തണുത്തത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു അടിപൊളി കണ്ണൂർ കോക്ടെയിലിൻ്റെ റെസിപ്പി ആയാലോ. ഞാൻ ഇതിനായിട്ട് 2 ക്യാരറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കളറുള്ള നല്ല പഴുത്ത മധുരമുള്ള പപ്പങ്ങ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് പകുതി കൂടി നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 3-4 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കട്ടിപ്പാലാണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ കട്ടിപ്പാലില്ലായിരുന്നു, കാരണം കറണ്ട് പോയി മക്കളെ. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല കട്ടപ്പാൽ തന്നെ ഒഴിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈത്തപ്പഴമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. 10 ചുള ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്താണ്. ഇനി നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ ഒക്കെയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലിലായിട്ട് ഞാൻ അനാറും കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലക്സ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ കോക്ടെയിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കൂടി കൂട്ടാനും മറന്നു പോകരുതേ.